കോടതിയുടെ ഭാഗത്തു നിന്നുള്ള വിവരങ്ങൾ വരുന്നു. മുഖ്യപ്രതി പൾസർ സുനിയാണ് കൃത്യം നടത്തിയത് എന്ന് കോടതി വ്യക്തമാക്കുന്നു. പൾസർ സുനിയാണ് ഇക്കാര്യത്തിലെ കുറ്റകൃത്യം നടത്തിയത്. അത് വ്യക്തമാണ്. പൾസർ സുനിയാണ് കുറ്റകൃത്യം നടത്തിയത് എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. കോടതിയുടെ വിധി പ്രസ്താവം ആരംഭിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ശിക്ഷകൾ ഇളവുകളില്ലാത്തതാവണം. ജീവപര്യന്തം, കഠിന തടവ്, ഇളവുകളില്ലാത്ത ജീവപര്യന്തം വേണം എന്നുള്ളതാണ് ആവശ്യം. അതാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മറ്റു പ്രതികൾ അതിനുള്ള സഹായം ചെയ്യുകയാണ് ചെയ്തത്. മുഖ്യപ്രതി പൾസർ സുനിയാണ് കുറ്റകൃത്യം നടത്തിയതെന്ന് കോടതി കാണുന്നു. അപ്പോൾ പൾസർ സുനിക്ക് ഉള്ള ശിക്ഷയായിരിക്കില്ല, അതായത് ഏറ്റവും കഠിനമായ ശിക്ഷ പൾസർ സുനിക്കായിരിക്കും. മറ്റു പ്രതികൾക്ക്, അനുബന്ധ പ്രതികൾ ആരും ബലാത്സംഗം നടത്തിയിട്ടില്ല. പക്ഷെ ക്രിമിനൽ കോൺസ്പിറസി ഉള്ളതുകൊണ്ട് സാധാരണ നിലയിൽ എല്ലാ കുറ്റവും എല്ലാവർക്കും ബാധകമാകേണ്ടതാണ്. കോടതി എങ്ങനെയാണ് കാണുന്നതെന്ന് അറിയില്ല. എന്തായാലും മറ്റു പ്രതികളെ സഹായം നൽകുകയാണ് ചെയ്തത് എന്ന് കോടതി പറയുന്നു. കേസനുസരിച്ചും അങ്ങനെ തന്നെയാണ്. ഒരാളാണ്, പൾസർ സുനി എന്ന വ്യക്തിയാണ് ഈ കൊടും ക്രൂരത ചെയ്തിട്ടുള്ളത്. മറ്റുള്ള ആളുകൾ അതിന് സഹായം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. കോടതി വ്യക്തമാക്കുന്നു. മുഖ്യപ്രതി പൾസർ സുനിയാണ് കൃത്യം നടത്തിയത് എന്ന് കോടതി കണ്ടെത്തുന്നു. അതിനുള്ള ശിക്ഷ എന്ത് എന്ന് അറിയാനുള്ള നിമിഷങ്ങളാണ് കടന്നു പോകുന്നത്. മുഖ്യപ്രതി പൾസർ സുനിയാണ് കുറ്റകൃത്യം ചെയ്തത്. മറ്റുള്ളവർ അതിന് സഹായം നൽകുകയാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. പ്രോസിക്യൂഷൻ കേസും അത് തന്നെയായിരുന്നു. പുറത്തുള്ള ഗൂഢാലോചന ആംഗിൾ കോടതി നിരാകരിച്ചെങ്കിലും പൾസർ സുനിയാണ് കുറ്റകൃത്യം നടത്തിയത്. മറ്റുള്ള പ്രതികൾ അതിന് സഹായം നൽകുകയായിരുന്നു എന്ന് കോടതി കണ്ടെത്തുകയാണ്. ഓടുന്ന വാഹനത്തിൽ വെച്ച്, എറണാകുളം നഗരത്തിൽ രാത്രി ഓടുന്ന വാഹനത്തിൽ വെച്ച് ചലച്ചിത്ര താരത്തെ ബലാത്സംഗം ചെയ്ത കേസിൽ ഇപ്പോൾ മുഖ്യപ്രതി പൾസർ സുനിയാണ് കുറ്റകൃത്യം നടത്തിയത് എന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു. കുറ്റം എല്ലാവർക്കുമെതിരെ തെളിഞ്ഞാൽ സമാനമായ ശിക്ഷയ്ക്ക് എല്ലാവരും അർഹരാണെന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ വാദം. ഗൂഢാലോചന തെളിഞ്ഞാൽ, 120B തെളിഞ്ഞാൽ സാധാരണ നിലയിൽ ഗൂഢാലോചനയിൽ പങ്കെടുത്ത ആളുകൾക്കും സമാനമായ കുറ്റകൃത്യം എന്ന നിലയിലുള്ള ശിക്ഷ ആണ് നൽകുക. ഇവിടെ ഈ 6 പ്രതികൾക്കുമെതിരെ ഗൂഢാലോചനയുമുണ്ട്. സമാനമായ ശിക്ഷ എല്ലാ പ്രതികൾക്കും വേണമെന്ന ആവശ്യമാണ് പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്നത്. അത് കോടതി എത്രമാത്രം സ്വീകരിക്കും എന്നുള്ള കാര്യം അറിയില്ല. എന്തായാലും പൾസർ സുനിയാണ് കുറ്റകൃത്യം നടത്തിയത് എന്ന് കോടതി കണ്ടെത്തുന്നു. രാഗൻ തുടരുന്നുണ്ട്. രാഗൻ, പൾസർ സുനിയാണ് ഇതിൽ കുറ്റകൃത്യം നടത്തിയത്, അതായത് ബലാത്സംഗം നടത്തിയതെന്ന് കോടതി വ്യക്തമാക്കുന്നു. പ്രോസിക്യൂഷൻ കേസും അത് തന്നെയായിരുന്നു. എല്ലാവർക്കും ഒരേ ശിക്ഷ നൽകണമെന്നുള്ളതാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നത്. എന്താണ് വിശദാംശങ്ങൾ? തീർച്ചയായും മുഖ്യപ്രതി പൾസർ സുനിയാണ് കൃത്യം നടത്തിയെന്ന് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അത് അങ്ങനെ തന്നെയാണ്. അതായത് പൾസർ സുനിയാണ് ഈ നടിയോട് ഇത്തരത്തിൽ ക്രൂരമായിട്ടുള്ള ആക്രമണം നടത്തിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ ഇതിന്റെ ഭാഗമായി വന്നിരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ ഈ ക്രൂരകൃത്യം നടത്തിയിട്ടുള്ള പൾസർ സുനിയാണ് എന്നതാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. മറ്റു പ്രതികൾ അതിനുള്ള സഹായം ചെയ്ത് നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഈ വകുപ്പ് എല്ലാവർക്കും എതിരെ അട്രാക്ട് ചെയ്യപ്പെടും എന്നതായിരുന്നു പ്രോസിക്യൂഷൻ കേസ്. അത് കോടതി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും എല്ലാവർക്കും എതിരെ തെളിഞ്ഞാൽ സമാനമായ ശിക്ഷയ്ക്ക് എല്ലാവരും അർഹരാണ് എന്നതാണ് പ്രോസിക്യൂഷൻ വാദമായി ഉന്നയിച്ചിരിക്കുന്നത്. അതായത് 6 പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ എന്ന നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകണമെന്നതാണ് പ്രോസിക്യൂഷന്റെ വാദം. പക്ഷേ കോടതി ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുന്ന ഘട്ടത്തിൽ ആ വരികൾക്കിടയിലൂടെ വ്യാഖ്യാനിക്കാൻ കഴിയുന്നത് ഒരുപക്ഷെ അല്ലെങ്കിൽ ഈ 6 പ്രതികൾക്കുള്ള ശിക്ഷകളിൽ ഒരു വേരിയേഷൻ ഉണ്ടാകുമെന്ന സൂചനകളാണ് ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത്. എന്തായാലും ആ വിധി പ്രസ്താവം അന്തിമമായി ലഭിക്കുന്ന ഘട്ടത്തിൽ മാത്രമാണ് ഓരോരുത്തർക്കും എങ്ങനെയെന്ന കാര്യം വ്യക്തമാവുകയുള്ളൂ. എന്തായാലും ഇത്തരത്തിലുള്ള ക്രൂരകൃത്യം നടത്തിയത് പൾസർ സുനിയായിരുന്നു. പ്രത്യേകിച്ചും സീപോർട്ട് എയർപോർട്ട് റോഡിൽ വെച്ചാണ് ആ ക്രൂരകൃത്യം അരങ്ങേറിയത്. ആ സമയത്ത് വാഹനം ഓടിച്ചിരുന്നത് മണികണ്ഠനാണ്. മണികണ്ഠൻ ഓടിക്കുമ്പോൾ പിറകിൽ പൾസർ സുനി നടിയെ ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു. അതിനുശേഷം അപകീർത്തികരമായിട്ടുള്ള ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്യുകയായിരുന്നു. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടുണ്ടായത്. പക്ഷേ അപ്പോഴും ഈ ഒരു ക്രൂരകൃത്യം, അതായത് ഇത്തരത്തിലുള്ളൊരു ക്രൂരകൃത്യം നടത്താമെങ്കിൽ പൾസർ സുനിക്ക് ഒറ്റയ്ക്ക് കഴിയില്ലായിരുന്നു. അതിനെല്ലാവരുടെയും ഒത്താശ വേണമായിരുന്നു. അതുകൊണ്ട് ഒരു കോമൺ ഇന്റൻഷനോട് കൂടി ഈ കുറ്റകൃത്യത്തിൽ പങ്കാളികളായിട്ടുള്ളവരാണ് മറ്റുള്ളവരെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഈ പറയുന്ന മാർട്ടിൻ മുതൽ നടിയെ തൃശ്ശൂരിൽ നിന്ന് പിക്ക് ചെയ്യാൻ പോയത് മാർട്ടിനായിരുന്നു. മാർട്ടിനാണ് ഈ വാഹനത്തിൽ നടിയെ കൊണ്ടുവന്നത്. മാർട്ടിൻ ഈ ക്രൂരകൃത്യത്തിന്റെ ഭാഗമായിരുന്നു. മാർട്ടിൻ കൂടി അടക്കം വിചാരിച്ച, അല്ലെങ്കിൽ മറ്റു പ്രതികളടക്കം സഹായം ചെയ്തു കൊടുത്തത് കൊണ്ടാണ് ഈ ക്രൂരകൃത്യത്തിലേക്ക് കാര്യങ്ങൾ പോയത്. മാത്രമല്ല, കറുകുറ്റി മുതൽ ടെമ്പോ ട്രാവലറിൽ നടിയുടെ വാഹനത്തെ ഫോളോ ചെയ്യുകയാണ് പൾസർ സുനി ചെയ്തത്. ആ നടിയുടെ വാഹനത്തെ ഫോളോ ചെയ്യുമ്പോൾ ആ ടെമ്പോ ട്രാവലറിൽ ഉണ്ടായിരുന്നത് മണികണ്ഠനും വിജീഷുമായിരുന്നു സുനിക്കൊപ്പം ഉണ്ടായിരുന്നത്. അതിനുശേഷം ഒരു ആക്സിഡന്റ് ഡ്രാമ നടത്തുന്നു. ആ ഡ്രാമ നടക്കുന്നത് ഈ പറയുന്ന അത്താണിയിൽ വെച്ചാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ആക്സിഡന്റ് ആണ് എന്ന് കരുതി നടി അങ്ങനെ ഇരിക്കുന്നു. ആ ഘട്ടത്തിലാണ് മണികണ്ഠനും വിജീഷും ഈ പറയുന്ന ടെമ്പോ ട്രാവലറിൽ നിന്ന് ഇറങ്ങി നടിയുടെ വാഹനത്തിലേക്ക് കയറുന്നത്. നടി ആ ഘട്ടത്തിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ ഇവർ പറയുന്ന മറുപടി, ഈ മാർട്ടിൻ തങ്ങളെ ചീത്ത വിളിച്ചു, അതുകൊണ്ട് ഒരു തരത്തിലും മാർട്ടിനെ വിടില്ല, മാഡം സേഫ് ആണെന്നാണ്. അതിനുശേഷം പിന്നെയും വാഹനത്തെ പിന്തുടരുന്നു ഈ ടെമ്പോ ട്രാവലർ. തുടർന്നാണ് ഈ പറയുന്ന 5ഉം 6ഉം പ്രതികളായിട്ടുള്ള സലീമും പ്രദീപും ടെമ്പോ ട്രാവലറിൽ വന്ന് കയറുന്നത്. അതിനുശേഷം ഈ പറയുന്ന എല്ലാവരും തന്നെ നടിയുടെ വാഹനം
വാഹനത്തിലേക്ക് കയറുന്നുണ്ട്. പലരും നടിയുടെ വാഹനത്തിൽ നിന്നിറങ്ങി ടെമ്പോ ട്രാവലറിലേക്ക് തിരിച്ചു കയറുന്നുമുണ്ട്. ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ വാഹനത്തിന് ഡ്രൈവറായിരുന്ന നടിയുടെ വാഹനത്തിന് ഡ്രൈവറായിരുന്ന മാർട്ടിനെ ടെമ്പോ ട്രാവലറിലേക്ക് ഈ പ്രതികൾ എത്തിക്കുന്നുമുണ്ട്. അങ്ങനെയൊക്കെ ചെയ്ത ഒരു വലിയ ക്രൂരകൃത്യം, വളരെ പ്ലാനിങ്ങോടുകൂടി നടത്തിയ ക്രൂരകൃത്യം. ആകെ ഒരു കാര്യത്തിലാണ് ഇവർക്ക് പാളിയത്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കാതെ പോയത്. അതായത് ഈ ടെമ്പോ ട്രാവലറിൽ വെച്ച് പൾസർ സുനി എത്തിയ ടെമ്പോ ട്രാവലറിൽ വെച്ച് ഈ ക്രൂരകൃത്യം നടപ്പാക്കാനായിരുന്നു പദ്ധതി. പക്ഷേ അത് നടക്കാതെ പോയി. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഈ കാറിന് പിറകെ കൃത്യമായി ടെമ്പോ ട്രാവലറിന് ഓടിയെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ വാഹനത്തിൽ വെച്ച് തന്നെ വളരെ പ്രധാന